സർജറിക്ക് ശേഷം ശാരീരികമായും മാനസികമായും ഏറെ ബുദ്ധിമുട്ടിലാണെന്നും ക്യാൻസർ ഇല്ലാത്ത തന്റെ മാറിടം മുറിച്ചു മാറ്റിയവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഷീജ പ്രഭാകരൻ പറഞ്ഞു. എനിക്ക് അതിന് മുമ്പ് ഒരു ആരോഗ്യം ഉണ്ടായിട്ടില്ല. ഈ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് ജോര വയ്യായാൾ വന്നു തുടങ്ങിയത്. ഇത് വയ്യായാൾ അവിടെ വേദന ഇവിടെ വേദന. അതിന് മുമ്പ് ഒരു വയ്യായേ ഉണ്ടായിട്ടില്ല. ഭാരം ഇതിലെടുത്തതിനാൽ ഭയങ്കര വേദന വരും. അതുപോലെ നെല്ലത്ത് വേദന, നാട്ടമുത്തലോളം നെല്ലത്ത് ഒരു പറാന്തമം, നെല്ലത്ത് വേദന അങ്ങനെ വന്നു. അങ്ങനെ ആസ്പത്രിയിൽ കിടന്നു. ആ വീട്ടിലെല്ലാ ജോലി ചെയ്തതാണ്. ഞാൻ പണ്ട് രാത്രി എല്ലാ പണിയും ഞങ്ങൾ പാടം പറപ്പവരിയായി അങ്ങനെ ചെയ്തതാണ്. ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതിനെ പിന്നെ അയ്യ മുറിയാൻ പാടില്ല. അങ്ങനെ എന്നും ഒരേ വേദന, അവിടെ ഇവിടെ വേദന. അന്നെ ഓപ്പങ്ങളാണ് അതപ്പന ഈ ഓപ്പത്തെ ചെയ്തപ്പന 2 കൊല്ലായി 1.5 കൊല്ലായി ഇത് ചെയ്തിട്ട്. അതിലും മുമ്പ് ഒരു ഓപ്പണ്ടായിരുന്നില്ല. ഞാൻ ഒരു ആസ്പത്രിയിൽ പോയിട്ടുമില്ല. ഇപ്പോഴേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അതിലൂടെ എനിക്ക് വയ്യാണ്ടായി. തെറ്റുപറ്റിയെന്ന് അവർക്ക് മനസ്സിലായിട്ട് നമ്മളോട് എന്തെങ്കിലും പറയുമല്ലോ ചെയ്തോ? തെറ്റ് പറ്റിയെന്ന് അവർ പറഞ്ഞില്ല. അങ്ങനെ എൻ്റെ ജീവിതകാലം എന്നാലും വരെ എനിക്ക് ഒന്നും എടുത്താൻ പറ്റാത്തുള്ള ഒരു ബുദ്ധിമുട്ട് വന്നല്ലോ. ആ ഒരു വിഷമം എടുക്കാൻ പറ്റി. പണിയെടുത്താണോ ഒന്നും പറ്റുന്നില്ലല്ലോ. പിന്നെ ഇനിച്ചാണ് 2 പെണ്ണിട്ടോളം അവരാശ്രയിട്ടാണ് ഇപ്പോഴും ഇന്നലെ ജീവിച്ച് പോകുന്നത്. ഇനി ഒരമ്മമാരത്തും ഇന്നലെ വരാൻ പാടില്ല. ആരോഗ്യത്തോടെ ഇരുന്ന ഷീജ എന്ന വീട്ടമ്മ ഇപ്പോൾ വലിയ മാനസിക പ്രയാസത്തിൽ തന്നെയാണ്. ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ഈ സർജറിക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഒരു ഹോസ്പിറ്റലല്ല, 2ാമത്തെ ഹോസ്പിറ്റലല്ല, 3ാമതൊരു ഹോസ്പിറ്റലിൽ കൂടി നിങ്ങൾ ഇത്തരത്തിലുള്ള സർജറിക്ക് പോകുമ്പോഴൊക്കെ ഇത് സംബന്ധിച്ച് അന്വേഷിക്കണം, പരിശോധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായൊരു വിവരം കിട്ടൂ. അല്ലെങ്കിൽ ആദ്യം പറയുന്ന ആശുപത്രി തെറ്റായ റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് എങ്കിൽ അത് നമുക്ക് ഇതേപോലെ ഷീജയെ പോലെയുള്ള വീട്ടമ്മമാർക്ക് അത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടാവും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം. 3ഓ 4ഓ ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ട് നിങ്ങൾ പരിശോധിക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഇത്തരത്തിലുള്ള സർജറിക്ക് തീരുമാനമെടുക്കാവുള്ളൂ. കോടതിയിലാണ് കേസ്. പക്ഷേ ഈ കോടതിയിൽ കൃത്യമായിട്ട് ഈ ആശുപത്രി അധികൃതർ എത്തുന്നില്ല എന്നാണ് നമുക്ക് ഷീജയുടെ അഭിഭാഷകനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നീതി ലഭിക്കും വരെ പോരാടുമെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്.